ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ സൺഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്താ പറയുക, ഔട്ടിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫ്രൈഡേയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേയിലും ഷെയർ ചെയ്തിട്ടുണ്ട്. സൺഡേ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ദിവസമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിരാവിലെ തന്നെ ഡെസേർട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആകുമ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൺഡേ ഇപ്പോൾ കാര്യമായിട്ടുള്ള സ്പെഷ്യൽ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളത് കുക്ക് ചെയ്ത് കഴിക്കുക. ഇപ്പോൾ സ്പെഷ്യലും കാര്യങ്ങളുമൊക്കെ കൂടുതലും സാറ്റർഡേയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ കറിയായിട്ട് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇന്ന് വെള്ളയപ്പം എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ക്രിസ്പി ആയിട്ട് കുറച്ച് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നെന്തോ അങ്ങനെ കഴിക്കാനാണ് തോന്നിയത്. ചില ദിവസങ്ങളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കഴിക്കാറുണ്ട്. എന്നാൽ ചില ദിവസം കുറച്ചും കൂടെ മൊരിച്ചെടുത്തിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള അപ്പം റെഡിയാക്കാറുണ്ട്. അപ്പോൾ അപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ മക്കൾക്ക് രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പർച്ചേസിന് പോയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ടൈപ്പ് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് എടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളും വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്യാവശ്യം നല്ല ഫ്രൂട്ട്സാണ്. ഉള്ളിൽ നല്ല മധുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം രാവിലെ ഞാൻ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്തില്ല. കാരണം അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു, അപ്പം ചുട്ട് കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ച്, അപ്പോൾ ചെറിയ രീതിയിലുള്ള ലഞ്ച് കുക്കിങ് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം ഫിനിയുടെ മട്ടൻ ബിരിയാണി, അതിനുശേഷം പൊതിച്ചോറ് ഒക്കെ ആയിട്ട് ലഞ്ച് കുക്കിങ് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണേലും ഇന്ന് നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് നാടൻ കറികളൊക്കെ വെച്ചിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഉച്ച ഊണ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ എടുത്തു. പാനിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ നല്ല ഉറഞ്ഞിരിക്കുകയാണ്, ആ ഒരു സോളിഡ് ഫോമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് മെൽറ്റൊക്കെ ആയതിന് ശേഷം ഗ്രീൻ ചില്ലി, ഒരു 2-3 ഗ്രീൻ ചില്ലി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3-4 സവോളയും എടുത്തു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം സവോളയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 പൊട്ടറ്റോ, ഒരു വലിയ 3 പൊട്ടറ്റോ ആണ്, അതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പൊതിച്ചോറ് കണ്ടവർക്കറിയാം. അതിൻ്റെ അകത്തൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേനും എനിക്ക് വീണ്ടും പൊട്ടറ്റോ മെഴുക്കുവരട്ടി കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. അപ്പോൾ പൊട്ടറ്റോ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അടുത്ത ഐറ്റം, ഇന്നുണ്ടാക്കുന്ന അടുത്ത കറി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്കായും നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മക്കൾക്കും കൂടി ചേർത്തിട്ടാണ് ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ചില്ലി ഓൾറെഡി ഒരു 2-3 ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാരണം ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് സൈറായ്ക്കും മക്കൾക്കും കൂടി ഞാൻ ഈ പൊട്ടറ്റോ കറി കൊടുക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് മാത്രം മുതിർന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ കുക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചില്ലി പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയൊക്കെ ആഡ് ചെയ്യാം. സ്പൈസി ആയിട്ടിരിക്കുന്നത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ എവിടെയോ പൊട്ടറ്റോടെ ഒരു സ്വീറ്റ്നെസ് ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര എരിവ് ആഡ് ചെയ്താലും അതത്ര പ്രശ്നമല്ല. അപ്പം മക്കൾക്കായതുകൊണ്ട് ഞാൻ എരിവൊക്കെ നോക്കിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോടും കുക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ മതി. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയിൽ സവോള ഇട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടറ്റോ മൊരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലെ സവോളയും കൂടെ ഒന്ന് മൊരിയും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആ മൊരിഞ്ഞ സവോളയും മൊരിഞ്ഞ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ മെഴുക്ക് പുരട്ടികളിലൊക്കെ കുറച്ച് കൂടുതൽ സവോള ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പാൻ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക നല്ല കഴുകി ക്ലീൻ ചെയ്ത് നല്ല പിഞ്ച് വെണ്ടയ്ക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞത് ഞാൻ ചേർത്തു. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചില്ല. എന്തോ കടുക് പൊട്ടിക്കുന്നത് നല്ലതാണ്, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ എനിക്കെന്തോ കടുക് പൊട്ടിച്ച ആ ഒരു ടേസ്റ്റിനേക്കാളും ഇങ്ങനെ കഴിച്ചപ്പോഴത്തേനും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നും കടുക് പൊട്ടിക്കാതെയുള്ള കുക്കിംഗ് അല്ല, എന്തോ 1-2 ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു സ്ലൈമി ടെക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു സ്ലൈമി ടെക്സ്ചർ, അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സോളം വെളിച്ചെണ്ണയ്ക്കകത്ത് വെണ്ടയ്ക്ക ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയിലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയ സവോള ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കും. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഞാൻ പറയാം, കൂടുതലായിട്ട് ഞാനിപ്പോൾ മെഴുക്ക് പുരട്ടീസിലൊക്കെ നല്ല രീതിയിൽ സവോള ചേർക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് അത് ഫ്രൈ ചെയ്യാറില്ല. കാരണം അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഗുണം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് കുക്കൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഓഫാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്കായിൽ ഞാൻ പ്രത്യേകിച്ച് പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നാൽ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിക്കകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. അപ്പോൾ കാര്യമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചൊന്നും അല്ല, വളരെ സിമ്പിളായിട്ട് ഞാനും മക്കളും മാത്രമേ വീട്ടിൽ കഴിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് ലഞ്ചിനുണ്ടാവത്തില്ല, ബ്രേക്ക്ഫാസ്റ്റിനില്ലായിരുന്നു, ലഞ്ചിനുണ്ടാവത്തില്ല, ഡിന്നർ ടൈമിലെ വീട്ടിലുണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും ഇഷ്ടപ്പെട്ട, അതായത് എനിക്ക് മക്കൾക്കും ഇഷ്ടപ്പെട്ട ഒരു 2-3 കൂട്ടം കറികളും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നാടൻ ചോറും കറിയും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു സ്ലൈമി ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ മാറി വരാനായിട്ട് നമ്മൾ തുറന്നു വെച്ചും അടച്ചു വെച്ചും എല്ലാം വേവിക്കുകയാണ്. അപ്പോൾ അത് മാറിക്കോളും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മാറുന്ന ഒരു ടൈമിലായിരിക്കുമല്ലോ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ഒരു സ്ലൈമി ടെക്സ്ചർ മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് കുക്കിങ് കാര്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം നമുക്ക് കഴിക്കാൻ പാകത്തിന് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചർ, ആ ഒരു സ്ലൈമായിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറി വെണ്ടയ്ക്ക ആവശ്യത്തിന് കുക്കായി വരുന്നുണ്ട്. പൊട്ടറ്റോയും നമുക്ക് കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് തുറന്നു വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക എന്നുള്ളതേ ഉള്ളൂ. പൊട്ടറ്റോ നന്നായിട്ട് വെന്തു. ഇനിയും വേവിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും. നമ്മുടെ പൊട്ടറ്റോ ബാജി പോലെയാവും, അതായത് പൂരിയുടെ കൂടെയുള്ള ആ ഒരു കറി പോലെയാവും. നമുക്ക് അത് വേണ്ട, നമുക്ക് ഓരോന്നായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പോൾ പിന്നെ ഇന്ന് സൺഡേ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ഒരു 3-4 പീസ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ
അപ്പോൾ അതാ ഞാനത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പെരിഞ്ജീരകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഫ്രഷായിട്ട് ചോറും കറിയും പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ, അതായത് ലഞ്ചിന് വേണ്ടിയിട്ട് ഫ്രഷായിട്ട് ചോറും കറിയും പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ സാറയ്ക്ക് ഈ ചോറും കറിയും തന്നെയായിരിക്കും ഞാൻ രാത്രി ഡിന്നറിനും കൊടുക്കുന്നത്. അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറികളൊക്കെ കുറച്ച് നമ്മൾക്കിത് ലഞ്ചിനും വേണം ഡിന്നറിനും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെണ്ടയ്ക്ക ആണെങ്കിലും പൊട്ടറ്റോ ഒക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതാ നമ്മുടെ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചുള്ളൂ. ഒരു ഷാലോ ഫ്രൈ രീതിയിലാക്കി എടുക്കാം. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആകുകയും വേണം. അപ്പോൾ അങ്ങനെയാണ് ചിക്കനും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല. എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം കറികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായെന്ന് കണ്ടപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ചോറ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സവോള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് ഒരു പച്ചമുളകും വളരെ തിന്നായിട്ട് കട്ട് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനേഗറും ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർലാസോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സംഭവം ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതും കൂടെ ചേർത്തിട്ട് ചോറിൽ കുഴച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഓവറായിട്ട് കൊക്കനട്ട് ഓയിൽ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അത് പതിയെ കിടന്ന് മൊരിഞ്ഞിട്ടെ എന്ന് വിചാരിച്ചു. കാരണം ചോറിപ്പം വെച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ചോറാവുന്ന ടൈം കൊണ്ട് നമ്മുടെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയാൽ മതി. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ, പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, ചിക്കൻ ഫ്രൈ, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് സവോള വിനേഗറിലിട്ട് അരിഞ്ഞത്. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ട ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ടേബിളിലേക്ക് നമുക്ക് കഴിക്കാൻ പാകത്തിന് ഓരോന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ. അപ്പോൾ സവോളയൊക്കെ കൂടുതൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ സവോളയൊക്കെ കുറച്ച് കൂടുതൽ കടിക്കാനുള്ളത് കൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനത്തെ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറൊന്നും ഒരുപാട് വെച്ച് വെക്കത്തില്ല. ചോറൊക്കെ അതാത് ദിവസത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോറാണ് എന്നും നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് സാറയ്ക്ക് വേണ്ടിയിട്ട് ഡിന്നറിനും കൂടി റൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചോറ് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് എടുക്കുകയാണ്. അപ്പോൾ ഒരു 2-3 സ്പൂൺ ചൂട് ചോറെടുത്തു. പിന്നെ ഒരു 2 പീസ് ചിക്കൻ ഫ്രൈ എടുത്തു. പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്. പിന്നെ കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക ഫ്രൈ വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയും കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കോരി കഴിക്കുകയായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസത്തെ പൊതിച്ചോറ് കഴിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി പൊതിച്ചോറിൽ വെച്ചിട്ടുണ്ടല്ലോ, കുറേ നേരം അടച്ച് വെച്ചിട്ട് തുറന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നല്ല, പക്ഷേ എനിക്ക് പൊതിച്ചോറിൽ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒഴിച്ചുകറികൾ ഒന്നും തന്നെ ഇല്ല. എനിക്കും മക്കൾക്കും എനിക്കും സാറായ്ക്കും ഒഴിച്ചുകറി ഒട്ടുമേ നിർബന്ധമില്ല. ചൂട് ചോറും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മെഴുക്ക് പുരട്ടീസും അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഴിക്കലാണ് എൻ്റെ പതിവെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്തോ അതായിരിക്കുമല്ലോ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ശീലം എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾക്കും മോളും ഇങ്ങനെ തന്നെ ചോറ് കഴിക്കാനാണ് അവൾക്കും ഇഷ്ടം. അപ്പോൾ നല്ല ചൂട് ചോറ്, അതിലേക്ക് പൊട്ടറ്റോ കുറച്ച് കൂടുതൽ ചേർത്ത് അതുപോലെ തന്നെ വെണ്ടയ്ക്കായും ചേർത്ത് ചിക്കൻ ഫ്രൈയും അതിലേക്ക് കുറച്ച് സവോളയൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നേരം
മെനക്കെട്ടാൽ എന്താ വളരെ ടേസ്റ്റി ആയിട്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാ നമ്മളിപ്പോൾ 2-3 ദിവസം വെറും ചോറ് കഴിക്കാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ചപ്പാത്തി ആയിക്കോട്ടെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മിച്ചം ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു 3-ാമത്തെ ദിവസമാകുമ്പോൾ നമുക്ക് നല്ല നാടൻ ചോറും കറികളും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി തോന്നും. അപ്പോൾ അങ്ങനെയുള്ള, എനിക്ക് എല്ലാ ദിവസവും ചോറ് കഴിക്കാനായിട്ടൊരാഗ്രഹം തോന്നത്തില്ല. പക്ഷേ 2-3 ദിവസം ചോറ് കഴിക്കാതിരിക്കുമ്പോൾ 4-ാമത്തെ ദിവസം ഇതുപോലെ കറികളൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് എല്ലാ ദിവസവും ചോറ് കഴിക്കുമ്പോൾ, എല്ലാവർക്കും അല്ല, എനിക്കൊക്കെ എല്ലാ ദിവസവും ചോറ് കഴിക്കുമ്പോഴത്തേനും ചോറും കറികളും കുക്ക് ചെയ്യാനും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. അതുപോലെ തന്നെ കഴിക്കാനും ഒരു താല്പര്യമില്ല. ഇതുപോലെ ഗ്യാപ്പ് ഇട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം എന്താ, നമ്മൾ ലുലുവിൽ പോയപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ എന്താ പേരേന്ന് ഡയറക്റ്റ് പറിക്കുന്ന ആ ഒരു നാടൻ പേരയ്ക്ക ഉണ്ടല്ലോ, ആ ഒരു നാടൻ മണവും ആ ഒരു നാടൻ പേരയ്ക്ക. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള, ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു പേരയ്ക്ക. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് ഞാനിതാ കട്ട് ചെയ്ത് ചോറുണ്ടതിന് ശേഷം കുറച്ച് പേരയ്ക്ക എടുത്ത് കഴിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നമ്മൾ ഡെസേർട്ടിൽ ഗ്രില്ല് ചെയ്യാൻ പോയപ്പോഴത്തേനും നമ്മുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ ലുലു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരയ്ക്ക കഴിക്കാൻ തന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ ഈ പേരയ്ക്ക നോട്ട വിട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എന്താണേലും അത് കിട്ടി. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ സാറ്റർഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അറബിക് ഡിന്നർ. അപ്പോൾ നമ്മളൊരു പിസ്സയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ പിസ്സയുടെ ബാക്കി വന്ന ഐറ്റംസും അതുപോലെ തന്നെ ഫത്തേറും അന്ന് ബാക്കി വന്ന് പാഴ്സലെടുത്ത ഐറ്റംസൊക്കെ ഇന്ന് ഈവനിങ്ങിന് കഴിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നും കൂടിയേ വെക്കുന്നുള്ളൂ. കഴിച്ചതിന് ശേഷം അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ പിസ്സ 6 പീസ് എങ്ങാണ്ടുമായിരുന്നു പിസ്സ. അതിൽ 3 പീസും ബാക്കി വന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്വാണ്ടിറ്റി വൈസ് വളരെ കാണുമ്പോൾ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്. ഫുഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരുക്കിയൊക്കെ വെച്ചെങ്കിലും നമ്മൾ ക്വാണ്ടിറ്റി വൈസ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്ക് കഴിക്കുന്ന ആൾക്കാരാണ് ഞാനും അതുപോലെ തന്നെ ഇക്കായും. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഷവർമ മേടിച്ചു. അതിൻ്റെ ഹാഫ് ഷവർമ ഇന്നാണ് കഴിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴത്തേനും സാൾട്ടഡ് ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഡോണറ്റ്സ്. ഇത് വാനില ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ്. ഇത് ഞാനല്ല കഴിച്ചത്, ഇത് മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ഹെവി ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഹോംലി മീൽസൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഡിന്നർ എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് മതിയായിരുന്നു. മോൾക്ക് ചോറും കറികളുമാണ് കൊടുത്തത്, എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് മതി. അതുകൊണ്ട് രാത്രി ഞാൻ പുട്ടും പഴവുമാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രൈഡേ സാറ്റർഡേ ഔട്ട്സൈഡ് എന്ന ടേസ്റ്റി ഡിന്നറും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തത് കണ്ടെന്ന് വിചാരിക്കുന്നു. വീക്കെൻഡായി. അപ്പോൾ ബാക്ക് ടു നോർമൽ ഡെയിലി റുട്ടീൻസിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇനി കുറച്ച് കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഡിലീഷ്യസ് ഹോംലി ഡിഷസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കമൻസൊക്കെ ഇടുന്നവർ കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.